ഓ ഇന്ന് മുത്തശ്ശ, ഇതാ സ്കൂളിൽ നിന്നു കിട്ടിയതാ. ഓ ഇന്ന് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനമല്ലേ? എന്തൊക്കെയായിരുന്നു വിശേഷങ്ങൾ? പറയൂ, മുത്തച്ഛൻ കേൾക്കട്ടെ. നല്ല പരിപാടികളായിരുന്നു മുത്തശ്ശ. പതാക ഉയർത്തൽ, പരേഡ്, പ്രസംഗം, സ്വാതന്ത്ര്യദിന സന്ദേശം, പിന്നെ എല്ലാവർക്കും ലഡുവും കിട്ടി. മുത്തശ്ശ, ഞാനൊരു സംശയം ചോദിക്കട്ടെ? സാറ് പ്രസംഗത്തിൽ പറഞ്ഞു, ഒരുപാട് പേര് മരിക്കുകയും കഷ്ടപ്പാട് സഹിക്കുകയും ചെയ്തതിലൂടെയാണ് ഇന്ന് നമുക്ക് ത്രിവർണ പതാക ഉയർത്താനുള്ള അവകാശം ലഭിച്ചതെന്ന്. എന്താ മുത്തശ്ശ അത്? അത് ഒരു വലിയ കഥയാ കുട്ടി. നമ്മുടെ നാട്ടിലെ കുരുമുളകും ഏലവും ഇഞ്ചിയും സുഗന്ധദ്രവ്യങ്ങളും വാങ്ങാൻ ധാരാളം വിദേശികൾ ഇന്ത്യയിൽ വന്നിരുന്നു. ആദ്യം പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, പിന്നീട് ഫ്രഞ്ചുകാർ. ഇവരിൽ ബ്രിട്ടീഷുകാർ സൈനിക ബലം കൊണ്ട് മറ്റുള്ളവരെ ഇവിടെ നിന്ന് തുരത്തി ഓടിച്ച് ഇന്ത്യക്കാരെ അടിച്ചമർത്തി ആധിപത്യം സ്ഥാപിച്ചു. അപ്പോ നമ്മൾ ഇന്ത്യക്കാർ ഒന്നും ചെയ്തില്ലേ? നമ്മുടെ സൈനികർ എവിടെ പോയി? പിന്നെ അല്ലാതെ, അവരുടെ അത്ര സൈനിക ബലം നമുക്കുണ്ടായിരുന്നില്ല. നമ്മുടെ ശക്തരായ ഇന്ത്യക്കാരെയും ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷ് സൈന്യത്തിൽ ചേർത്തു. ശിപായിമാർ എന്നാണ് അവർ അറിയപ്പെട്ടത്. അടിമകളോടെന്ന പോലെയുള്ള പെരുമാറ്റം സഹിക്കവയ്യാതെ ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യമായി ശബ്ദമുയർത്തി രക്തസാക്ഷിയായത് ബംഗാളിയായ മംഗൽ പാണ്ഡെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് വിശേഷിപ്പിക്കുന്നത്. കേട്ടിട്ട് തന്നെ ഭയമാകുന്നു. അതേ തുടർന്ന് ഒരുപാട് പേർ രക്തസാക്ഷികളായി. അവരിൽ പ്രധാനിയായിരുന്നു ഝാൻസിയിലെ റാണി ലക്ഷ്മിബായി. അവർ ബ്രിട്ടീഷുകാർക്കെതിരെ മരണം വരെ പോരാടി. ഇന്ത്യയിലെ ജോൺ ഓഫ് ആർക്ക് എന്നാണ് അവർ അറിയപ്പെടുന്നത്. ഓ, ഭയങ്കരം തന്നെ മുത്തശ്ശ. മറ്റാരൊക്കെയാണ് സ്വാതന്ത്ര്യ സമര പോരാളികൾ? നല്ല രസമായിട്ടുണ്ട് കേട്ടിരിക്കാൻ. അതുകൂടാതെ സമാധാനത്തിന്റെ പാതയിൽ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ മിതവാദികൾ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനിയായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ. അത് ശരി, എന്നിട്ടും സ്വാതന്ത്ര്യം ലഭിച്ചില്ലല്ലേ? ഇല്ല. പിന്നീട് തീവ്രദേശീയവാദികൾ ദേശീയ ശ്രദ്ധ ആകർഷിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി. ത്രിമൂർത്തികളായ ലാൽ ബാൽ പാൽ എന്നറിയപ്പെടുന്ന ലാലാ ലജപത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ ഇവരും സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശം, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന മുദ്രാവാക്യവുമായി പോരാടിയ ലോകമാന്യൻ എന്നറിയപ്പെടുന്ന ബാലഗംഗാധര തിലകാണ് അതിൽ പ്രധാനി. अपनी आजादी को हम हरगिज मिटा सकते नहीं, अपनी आजादी को हम हरगिज मिटा सकते नहीं। सर कटा सकते हैं लेकिन सर झुका सकते नहीं, सर झुका सकते नहीं. ദേശസ്നേഹമുണർത്തുന്ന ഒത്തിരി പ്രവർത്തനങ്ങളും ഗാനങ്ങളും ആ സമയത്ത് ഉടലെടുത്തു. മുത്തച്ഛന് ഏറെ ഇഷ്ടമുള്ള ഒരു ദേശഭക്തി ഗാനം മോൾക്ക് കേൾക്കണ്ടേ? വേണം മുത്തശ്ശ. വരിക വരിക സഹചരെ, വലിയ സഹന സമരമായി കരളുറച്ചു കൈകൾ കോർത്തു കാൽനടയ്ക്കു പോകണം. വരിക വരിക സഹചരെ, വലിയ സഹന സമരമായി കരളുറച്ചു കൈകൾ കോർത്തു കാൽനടയ്ക്കു പോകണം. കൺതുറന്നു നോക്കുവിൻ, കൈകൾ കോർത്തിറങ്ങുവിൻ, കപട കുടില ഭരണകൂടമിക്ഷണം തകർക്കണം. കൺതുറന്നു നോക്കുവിൻ, കൈകൾ കോർത്തിറങ്ങുവിൻ, കപട കുടില ഭരണകൂടമിക്ഷണം തകർക്കണം. ബ്രിട്ടനെ വിരട്ടുവിൻ, ചട്ടമൊക്കെ മാറ്റുവിൻ, ദുഷ്ടനീതി വിഷ്ടഭക്തിലൊട്ടുമേ നിലച്ചിടാം. ബ്രിട്ടൻ
എന്നുമേ നിലച്ചിടാം. വിജയമെങ്കിൽ വിജയവും മരണമെങ്കിൽ മരണവും ഭയവിഹീനമഖില ജനവും ആഗ്രഹിച്ചിറങ്ങണം. വിജയമെങ്കിൽ വിജയവും മരണമെങ്കിൽ മരണവും ഭയവിഹീനമഖില ജനവും ആഗ്രഹിച്ചിറങ്ങണം. വെടികൾ അടികൾ ഇടികളൊക്കെ വന്നു വേണ്ടുകൊള്ളുകിൽ കൊടി തുടച്ചു ചിരി ചിരിച്ചു മാറുകാട്ടി നിൽക്കണം. വെടികൾ അടികൾ ഇടികളൊക്കെ വന്നു വേണ്ടുകൊള്ളുകിൽ കൊടി തുടച്ചു ചിരി ചിരിച്ചു മാറുകാട്ടി നിൽക്കണം. ഉപ്പു നാം കുറുക്കണം ആര് വന്നെതിർക്കിലും അല്പവും കൊടുത്തിടാതെ കോപിയാതെ നിൽക്കണം. ഉപ്പു നാം കുറുക്കണം ആര് വന്നെതിർക്കിലും അല്പവും കൊടുത്തിടാതെ കോപിയാതെ നിൽക്കണം. രാത്രിയില്ല തോക്കുമില്ല എങ്കിലും കരങ്ങളിൽ രക്തമുള്ള നാൾ വരെ നമുക്ക് യുദ്ധമാടണം. രാത്രിയില്ല തോക്കുമില്ല എങ്കിലും കരങ്ങളിൽ രക്തമുള്ള നാൾ വരെ നമുക്ക് യുദ്ധമാടണം. ജയ് ഹിന്ദ്. പല വിധത്തിൽ നാം സ്വാതന്ത്ര്യത്തിന് ശ്രമിച്ചല്ലേ. ഇതൊന്നും പോരാതെ എഴുത്തിലൂടെ സ്വാതന്ത്ര്യത്തിനായി ശ്രമിച്ചവരിൽ പ്രധാനിയാണ് നമ്മുടെ ദേശീയഗാനത്തിന്റെ രചയിതാവായ രവീന്ദ്രനാഥ ടാഗോർ. कंधों से मिलते हैं कंधे, कदमों से कदम मिलते हैं, हम चलते हैं जब ऐसे तो दिल दुश्मन के हिलते हैं. ഇതെല്ലാം കണ്ട് സ്ത്രീകൾ വെറുതെ ഇരുന്നില്ല. സരോജിനി നായിഡു, ഐറിഷ് വനിതയായ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ആനി ബസന്റ് എന്നിവർ സ്വാതന്ത്ര്യത്തിനായി പോരാടി. വന്ദേ ഇങ്ങനെ അനേകായിരം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ശ്രമഫലമായി നമ്മുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്ന മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ 1947 ഓഗസ്റ്റ് 15 ത്രിവർണ പതാക വാനിൽ പാറിപ്പറന്നു. രഘുപതി രാഘവ രാജാ രാം പതിത പാവന സീതാരാം. രഘുപതി രാഘവ രാജാ രാം പതിത പാവന സീതാരാം. സ്വതന്ത്ര ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയായി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സ്ഥാനമേറ്റു. നിങ്ങളുടെ പ്രിയപ്പെട്ട ചാച്ചാജി. നെഹ്റു ചാച്ചാ നെഹ്റു ചാച്ചാ ഹമേ ദേ ദിയാ ഇത്നാ പ്യാർ. നെഹ്റു ചാച്ചാ. എന്റെ രാജ്യത്തെക്കുറിച്ച് എനിക്ക് അഭിമാനം തോന്നുന്നു. നമ്മുടെ രാജ്യസ്നേഹത്തെക്കുറിച്ചുള്ള ഒരു പ്രസംഗം നിനക്ക് കേൾക്കണ്ടേ? നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 15 77ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് നമ്മുടെ രാജ്യം. സ്വാതന്ത്ര്യ സമര സേനാനികൾ നടത്തിയ ത്യാഗങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ദിനം കൂടിയാണ് ഇന്ന്. പ്ലാസി യുദ്ധത്തോടുകൂടിയാണ് വെള്ളക്കാർ ഭാരത മണ്ണിൽ വേരുറപ്പിച്ചത്. ഭിന്നിപ്പിച്ചു ഭരിക്കൽ എന്ന തന്ത്രം ഉപയോഗിച്ച് നാട്ടുരാജ്യങ്ങളെല്ലാം അവരുടെ അധീനതയിലാക്കി. നൂറ്റാണ്ടുകളുടെ പോരാട്ടത്തിനു ശേഷമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ഭാരതം വികസനത്തിന്റെ പാത ബഹുദൂരം താണ്ടിയിരിക്കുന്നു. അതിന് എടുത്തു പറയേണ്ടുന്ന ഉദാഹരണമാണ് നൂറ്റാണ്ടുകളോളം നമ്മെ അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് സാമ്പത്തിക ശക്തിയെ പിന്തള്ളി ഇന്ന് ലോകത്തിലെ തന്നെ 5ാം സാമ്പത്തിക ശക്തിയായി നമ്മുടെ ഇന്ത്യ വളർന്നിരിക്കുന്നു. നാനാത്വത്തിൽ ഏകത്വം എന്ന മന്ത്രം നാം എപ്പോഴും മുറുകെ പിടിക്കണം. ഇന്ത്യയെ ഉന്നതങ്ങളിൽ നിന്ന് ഉന്നതങ്ങളിൽ എത്തിക്കാൻ നമുക്കേവർക്കും കൈകോർക്കാം. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് ജയ് ഹിന്ദ്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് തോന്നിയ വിധം നടക്കുക എന്നതല്ല,
മറിച്ച് രാജ്യത്തിന്റെ ഭരണഘടനയനുസരിച്ച് പൗരബോധമുണർത്താനും ഭാരതത്തിന്റെ അഖണ്ഡത നിലനിർത്താനും സംരക്ഷിക്കാനുമുള്ള അവകാശമാണ്. ബോലോ ഭാരത് മാതാ കി ജയ്. भारत हमको जान से प्यारा है, सबसे न्यारा गुलिस्तान हमारा है. भारत हमको जान से प्यारा है, सबसे न्यारा गुलिस्तान हमारा है. सदियों से भारत भूमि दुनिया की शान है. भारत माँ की रक्षा में जीवन कुर्बान है. भारत हमको जान से प्यारा है, सबसे न्यारा गुलिस्तान हमारा